നിയമസഭാ തെരഞ്ഞെടുപ്പിന് നേതാക്കളുടെ വൻ സംഘത്തെ കേരളത്തിലേക്ക് അയക്കാൻ ബി.ജെ.പി. കേന്ദ്ര നേതൃത്വം. വിവിധ സംസ്ഥാനങ്ങളിലെ ഭാരവാഹികൾ ഉൾപ്പെടെ 160 നേതാക്കളാണ് എത്തുക. 140 നിയമസഭാ മണ്ഡലങ്ങളിലും ഓരോരുത്തർക്ക് വീതം ഏകോപന ചുമതല നൽകും. 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ 20 പേർക്ക് പ്രത്യേക ചുമതലയും നൽകും. അലക്സ് റാം മുഹമ്മദ് ഉണ്ട് വിവരങ്ങളുമായി. അലക്സ്, ബി.ജെ.പിയുടെ ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളുടെ കൂടി ഭാഗമായിട്ടാണല്ലോ കൂടുതൽ നേതാക്കൾ കേരളത്തിലേക്ക് എത്തുന്നത്. എങ്ങനെയായിരിക്കും ബി.ജെ.പിയുടെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ? എന്താണ് അവരുടെ പദ്ധതി? അലക്സ് റാം മുഹമ്മദ് അല്പസമയത്തിനകം ടെലിഫോണിൽ ചേരും. നമുക്ക് ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ടായതാണ്. തിരഞ്ഞെടുപ്പിന് നേതാക്കളുടെ വൻ സംഘത്തെ കേരളത്തിലേക്ക് അയക്കാനാണ് ബി.ജെ.പിയുടെ കേന്ദ്ര നേതൃത്വത്തിന്റെ ആലോചന. വിവിധ സംസ്ഥാനങ്ങളിലെ ഭാരവാഹികൾ ഉൾപ്പെടെ 160 നേതാക്കളാണ് എത്താൻ പോകുന്നത്. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങളും. അലക്സ്, പറയൂ. ജി.കെ, സംസ്ഥാനത്തെ ബി.ജെ.പിയുടെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അതിന്റെ ഏകോപന പ്രവർത്തനങ്ങൾക്ക്, പ്രചാരണത്തിന്, ഒപ്പം ധനകാര്യ മാനേജ്മെന്റിനൊക്കെ നേതൃത്വം നൽകുന്നതിന് വേണ്ടി 160 അംഗ കേന്ദ്ര സംഘം കേരളത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റു സംസ്ഥാനങ്ങളിലെ ബി.ജെ.പി. ഭാരവാഹികൾ, മുതിർന്ന നേതാക്കൾ ഒക്കെയാണ് ഈ 160 അംഗ സംഘത്തിൽ ഉൾപ്പെടുന്നത്. സംസ്ഥാനത്തെ 140 നിയമസഭാ മണ്ഡലങ്ങളിലും അതിൽ ഓരോരുത്തർക്ക് വീതം ഏകോപന ചുമതല നൽകും, ചാർജ് നൽകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. 20 പാർലമെന്റ് മണ്ഡലങ്ങളിൽ പ്രത്യേക ചുമതല 20 പേർക്ക് നൽകും. അങ്ങനെ 160 പേർക്കും പ്രത്യേക ചുമതലകൾ ഉണ്ടാകും. 20 പാർലമെന്റ് മണ്ഡലങ്ങളിൽ സംസ്ഥാനത്തെ മുതിർന്ന ബി.ജെ.പി. നേതാക്കൾക്ക് സഹചുമതല നൽകുന്ന കാര്യവും ബി.ജെ.പി. തീരുമാനിച്ചിട്ടുണ്ട്. ഒപ്പം ഈ 140 നിയമസഭാ മണ്ഡലങ്ങളിലും സംസ്ഥാനത്തെ ബി.ജെ.പിയുടെ ഭാരവാഹികൾ, ഒപ്പം ഇൻചാർജുമാർ, പ്രധാനപ്പെട്ട പ്രഭാരിമാരൊക്കെ 140 നിയമസഭാ മണ്ഡലങ്ങളിലും സഹ ചാർജുകാരായി നിൽക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബി.ജെ.പിയുടെ തെരഞ്ഞെടുപ്പ് ഏകോപനം, പ്രവർത്തനം, പ്രചാരണം, ഒപ്പം ഈ ധനകാര്യ മാനേജ്മെന്റ്, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഈ മണ്ഡലങ്ങളിൽ ഏകോപിപ്പിക്കുക ഈ ചാർജുകാരായിരിക്കും. ഇതിൽ ബി.ജെ.പിയുടെ തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറി വിനോദ് താവഡെയാണ് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം ബി.ജെ.പിക്ക് നൽകിയിരിക്കുന്നത്. വരുന്ന ദിവസങ്ങൾ, അതായത് അടുത്ത 2-3 ദിവസത്തിനുള്ളിൽ ഈ 160 പേരും കേരളത്തിലേക്ക് എത്തും. അത് കഴിഞ്ഞ് തിരുവനന്തപുരത്ത് ബി.ജെ.പിയുടെ സംസ്ഥാന കാര്യാലയത്തിൽ ഇവരുടെ ഈ 160 പേരെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള യോഗമുണ്ടാകും. അതിനുശേഷമായിരിക്കും ഇവർ മണ്ഡലങ്ങളിലേക്ക് എത്തുക. ശരി, അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.